ഹായ്, എസ് പി ഉള്ളിലാണ്. നമ്മുടെ BRM ഹിക്ക എന്തുകൊണ്ട് ജോത്സ്യവും സംസ്കൃതവും ഒക്കെ പറയുന്നതിൻ്റെ ഗുട്ടൻസ് ഇപ്പോഴല്ലേ പിടികിട്ടിയത്. ഇന്നലെ ഇക്കാൻ്റെ ഒരു ഫോട്ടോ പുറത്തു വന്നു, ഒരാളുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ. ഇത് നോക്കി, കണ്ടോ? ആരാണ് ആ വെള്ളയിട്ട് കൂടെ ഇരിക്കുന്നതെന്ന് അറിയും? നിങ്ങൾ വിചാരിക്കും ഏതോ വലിയ നേതാവാണ്. അതായത് കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റിലായ MDMA കേസിലെ പ്രതി മുഹമ്മദ് ഹുസൈനാണ് ഇപ്പോൾ ഇക്കാനോടൊപ്പം തോളിക്കേട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഉള്ളിൽ നിന്ന് സംസ്കൃതവും ജോത്സ്യവും ഒക്കെ വരുന്നതെന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് പിടികിട്ടിയോ? അത് അങ്ങനെ പറയാൻ കാരണം തിളക്ക സിനിമയിൽ സലിംകുമാർ പറയുന്നൊരു വാചകമുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. തിളക്കം എന്നൊരു സിനിമയിൽ സലിംകുമാർ ദിലീപിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു പുകയ്ക്കാൻ കൊടുത്തതിന് ശേഷം പറയുന്നൊരു വാചകമുണ്ട്, നിങ്ങൾ കേട്ടോ? ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും. വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞ് 1ാം ക്ലാസ് കൂടി കഞ്ചാവ് വലിച്ചിരുന്നെങ്കിൽ ചറവറാന്ന് ഇംഗ്ലീഷ് പറയായിരുന്നു. അളിയൊരു 2 പപ്പ് നോക്കട്ടെ. ഹായ് ബ്യൂട്ടിഫുൾ പീപ്പിൾ. കണ്ടല്ലോ, അത് ദിലീപ് ഒരു ബോഞ്ച അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് പറയുമ്പോൾ എന്തിന് സ്കൂളിൽ പോയി എന്ന് ചോദിക്കുന്നത് പോലെയാണ്. ഈ അടുത്ത ദിവസം നിങ്ങൾ കണ്ടില്ലായിരുന്ന, അതായത് ഇടവ മാസത്തിലെ ചതയ നക്ഷത്രം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനൊരു കാര്യം പറയാം. ഇടവത്തിലെ ചതയ നക്ഷത്രമാണ് ശ്രീ VD സതീശൻ. എന്താണ്? നീചഭംഗ രാജയോഗമാണ്. കൂടെ നിന്നോളണം. എന്താ പറഞ്ഞേ? ആ നീചഭംഗ രാജയോഗം അടിച്ചു നോക്ക്. നീചന്മാരെ മുഴുവൻ എണ്ണത്തിന് റെഡിയാക്കിക്കൊണ്ട് രാജയോഗത്തിലിരിക്കും. മനസ്സിലായില്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രിയായി 2 കൊല്ലം കൊണ്ട് പേരെടുക്കും ശ്രീ VD സതീശൻ. ആ ഇടവല്ല കർക്കിടക അനക്ക് തെറ്റിയതാണ്. അപ്പൊ എന്ത് നോക്കി വെച്ചേക്കണം നോക്കിയേ, എന്തൊരു സ്നേഹവും നോക്കിയേ. അത് നോക്കിയ പെങ്ങളെ, എന്താ പേര്? രഞ്ജിത. അവര് കാണാതെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു വെച്ചോ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നാട്ടുകാരാണെന്നുള്ള അഭിമാനത്തോടെ നമുക്ക് ഓരോ തെരുവിലും നിൽക്കാൻ പറ്റുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവും. ഇതിനു പുറമെ അദ്ദേഹം കുറച്ചുനാൾ മുന്നേ സംസ്കൃതം പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. മറ്റേ കൂടെ ഇരിക്കുന്ന കക്ഷി എന്തൊക്കെയോ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് കൊടുക്കും. അതങ്ങോട്ട് വാങ്ങിച്ചു വെച്ചതിന് ശേഷം എന്തോ പൊടുന്നനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് സംസ്കൃതം വരുന്നു, ജോത്സ്യം വരുന്നു. ഇതൊക്കെ നമ്മൾ കരുതിയിരുന്നത് കാണാതെ പഠിച്ച് പറയുന്നതാണ്. നിങ്ങൾക്ക് ആ തിളക്ക സിനിമയിലെ കാര്യങ്ങൾ കണ്ടപ്പോൾ ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഇങ്ങനെ ഉള്ള കമ്പനികളുമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൂട്ടുകൂടിയതിന് ശേഷം ഹിക്ക ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇദ്ദേഹത്തിൻ്റെ വേറൊരു പ്രതികരണം കൂടിയുണ്ട് നിങ്ങൾക്ക്. അതായത് ഇതിൽ നിന്നൊന്നും മാറി നടക്കുന്ന വ്യക്തിയല്ല ഹിക്ക, ഇതിനോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തിയാണെന്ന് തെളിയിക്കുന്ന ഒരു പ്രസംഗം കൂടി മുമ്പ് വൈറലായിട്ട്. രാത്രി അടിച്ച് കൊടിക്കണമെങ്കിലേ എന്ത് വേണം? ഒരു ബ്രാൻഡിന്റെ പേര് പറഞ്ഞു. MDMA. ചേടാ, ഒരു കള്ളിന്റെ പേര് പറഞ്ഞു. ആരെങ്കിലും പറ. പിന്നെ നിങ്ങളെല്ലാം ഗാന്ധിയന്മാരല്ലേ? അല്ല, കേറ്റം ബിവറേജസ് അടയ്ക്കാത്ത ഭാഗ്യം. DX 3X റമ്മ്, വേറെ ജോണി വാക്കർ, സേവാദാണ് പറ. ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. MCH. പിന്നെ ചേട്ടന്റെ സാധനം ഏതാ? ഇവിടെ പീറ്റർ സ്കോട്ട്. ഇതൊന്നും പോരാ. 18,000 രൂപയുടെ റെമി മാർട്ടിനാണ് അടിക്കുന്നത്. ഒന്നുകൂടെ പറ, എന്ത് സാധനം? ഒന്നുകൂടെ പറ. ഇവിടെ നേതാക്കന്മാരെല്ലാം പേന എടുത്ത് പേപ്പറിൽ കുറിച്ച് വെച്ച് പോയി വാങ്ങാനല്ലേ അത്? ചിലരെ കുറിച്ചു വെക്കാൻ ആരെങ്കിലും കണ്ടുകളയെ പോകുന്നു ഭയക്കുന്ന ആളുകള് അവിടെ പോയി ബിവറേജസിൽ പോയിട്ട് മക്കൾ ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഡേ ആ BRM പ്രസംഗിച്ചപ്പോ പറഞ്ഞ സാധനത്തിന്റെ പേരെന്തരടേ? റെമി മാർട്ടിൻ. 1 ലിറ്ററിന് 18,000 രൂപയാണ്. അടിച്ചു കൊരുത്ത് കിടക്കുകയാണ്. അതെ, ബ്രാൻഡ് ഏതാ? നിങ്ങളുടെ ബ്രാൻഡ് ഏതാ?
അങ്ങനെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് ഹിക്ക പല തരത്തിലുള്ള ബ്രാൻഡുകൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അധികാരമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വച്ചടി കയറ്റം, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളെല്ലാം ഇങ്ങനെ കയറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇങ്ങനെ ശക്തപ്പെട്ട് വരുമ്പോഴത്തേക്കും ഹിക്കാൻ്റെ വീട്ടിലോട്ടൊക്കെ പോകുന്നതൊന്നും നല്ലതായിരിക്കും എന്ന് പറയേണ്ടി വരികയാണ്. കാര്യം ഇമ്മാതിരി കമ്പനി നമ്മൾ പറയാറില്ലേ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം. സ്വാഭാവികമായിട്ടും മുഹമ്മദ് ഹുസൈനുമായിട്ട് ഇതിനെ ചേർന്ന് നടക്കുന്ന വ്യക്തിയുടെ ആ വ്യക്തിക്ക് ഉണ്ടാകാം എന്തെന്ന് പറയുന്നത് സൗരഭ്യം ഉണ്ടാകാമെന്ന് നാട്ടുകാർ സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും ദൃശ്യം പുറത്തേക്ക് വരുമ്പോൾ ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദീകരിക്കേണ്ടതാരാണ്. എന്തിലും ഏതിലും സ്വന്തം വൈഫിൻ്റെ, അതായത് ഭാര്യയുടെ അനിയത്തിയുടെ ഭർത്താവിൻ്റെ കാര്യം വരെ തുറന്നു പറഞ്ഞ നമ്മുടെ ഹിക്ക ഈ വിഷയത്തിലും നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ക്ലാരിറ്റി വരുത്തുമെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ചില കാപട്യങ്ങളൊക്കെ നാട്ടുകാരുടെ മുന്നിൽ തുറന്നു വീഴുന്നതും ഇവരൊക്കെ ഡയലോഗ് അടിക്കുന്നതിനപ്പുറം ഇവർ ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ടാണ് ബന്ധമെന്നും ഇന്നലകളിൽ അധികാരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ആഡംബര പരിപാടികൾ നടത്തിയിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആരാണ് കേരളത്തിലേക്ക് ലഹരി എത്തിച്ചത് അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരമുണ്ടാകും. പാവപ്പെട്ട SFI DYFI പിള്ളേരെ പറയുമ്പോൾ ടിപ്പ് ടോപ്പിൽ വെള്ളയും ഇട്ട് നടക്കുന്നവരെല്ലാം എങ്ങനെയാണ് പണിയെടുക്കാതെ കതറുടയാതെ പണമുണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടും അല്ല, കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് അറസ്റ്റിലായത് 4ഓളം കോൺഗ്രസ് പ്രവർത്തകരാണ് തൂഫാനിലൂടെ തൂക്കപ്പെട്ടത്. മിക്കവാറും തൂഫാൻ അതിന് ഒരു തടയിടാനുള്ള അവസരമുണ്ടാകാൻ പോവുകയാണ്. കാര്യം തൂഫാൻ കത്തിക്കേറി വരുമ്പോൾ കോൺഗ്രസ്സുകാർക്കും ലീഗന്മാർക്കും വീട്ടിൽ കിടന്നുറക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അവരുടെ കഞ്ഞിയിൽ പാറ്റ വീണ അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് VD സതീശനായിട്ടുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ആ ഇടവമാസത്തിലെ ചതയ നക്ഷത്രം എന്നൊക്കെ പറയാൻ കാരണം അത് ആരുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററാണ് ആ വ്യക്തി എന്നൊക്കെ ജനം അറിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് BRM ഹിക്ക കൂടി ഇപ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ ചിത്രം പ്രചരിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്.